നിസ്സംശയം പറയാം, ഇന്ത്യ കിടുക്കി, തിമിർത്തു, കലക്കി. പറഞ്ഞു വരുന്നത് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഗാലിയം നൈട്രേറ്റ് സെമി കണ്ടക്ടർ ചിപ്പുകളെ കുറിച്ചാണ്. GAN അഥവാ GAN എന്ന് ചുരുക്കപ്പേരിൽ വിളിക്കാം. ചിപ്പുകൾ എന്നത് കമ്പ്യൂട്ടർ നിയന്ത്രിത ഇലക്ട്രിക് സംവിധാനത്തിന്റെ തലച്ചോറായിട്ട് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. ആദ്യകാല കമ്പ്യൂട്ടറുകളിൽ വാക്വം ട്യൂബുകളും ട്രാൻസിസ്റ്ററുകളും ഒക്കെ ഉപയോഗിക്കുന്നതിനാൽ ഒരു മുറിയുടെ അത്ര ഭീമാകാരമായ വലിപ്പമുണ്ടായിരുന്നു. അതിസങ്കീർണമായ സർക്യൂട്ടുകൾ ഒരു ചിപ്പിന്റെ രൂപത്തിലേക്ക് മാറിയതോടെയാണ് കമ്പ്യൂട്ടറുകൾ നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന വലിപ്പത്തിലേക്ക് മാറിയത്. സിലിക്കൺ ഉപയോഗിച്ചാണ് മുൻകാലങ്ങളിൽ ചിപ്പുകളുടെ നിർമ്മാണം നടന്നിരുന്നത്. അവിടെയാണ് തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യ ഗാലിയം നൈട്രേറ്റ് അഥവാ GAN ചിപ്പുകൾ അവതരിപ്പിക്കുന്നത്. അമേരിക്ക, ഫ്രാൻസ്, റഷ്യ, ചൈന, ജർമ്മനി, ദക്ഷിണ കൊറിയ എന്നീ സാമ്പത്തികമായും സാങ്കേതികമായും മുൻനിരയിലുള്ള രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായിരുന്ന ഈ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ പ്രാപ്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഭരണ നേതൃത്വം എടുത്ത ആർജവത്തെയും അത് ഉൾക്കൊണ്ട് പ്രവർത്തിച്ച ശാസ്ത്ര സമൂഹത്തെയും പ്രശംസിക്കാതെ തരമില്ല. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അഥവാ DRDO ആണ് ഈ സുപ്രധാന നേട്ടം രാജ്യത്തിന് സമർപ്പിച്ചത്. ഗാലിയം നൈട്രേറ്റ് എന്നത് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയലാണ്. സിലിക്കൺ ചിപ്പുകളേക്കാൾ 300 മടങ്ങ് വേഗതയിൽ പ്രവർത്തിക്കാൻ GAN ചിപ്പുകൾക്ക് സാധിക്കും. അതോടൊപ്പം ഉയർന്ന തോതിൽ വൈദ്യുതി കടത്തിവിടാനും വലിയ വോൾട്ടേജ് കൈകാര്യം ചെയ്യാനും GAN ചിപ്പുകൾക്ക് സാധിക്കും. സിലിക്കൺ ചിപ്പുകളേക്കാൾ വലിപ്പം കുറവാണ്. വൈദ്യുതി കടത്തിവിടുമ്പോൾ ചെറിയ അളവിൽ മാത്രം ചൂടാകുന്നത് കൊണ്ട് തന്നെ കൂളിംഗ് സംവിധാനങ്ങളുടെ ആവശ്യകതയില്ല. കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് കൂടുതൽ ക്ഷമത ഉറപ്പാക്കാനും സാധിക്കും. ആധുനിക യുദ്ധമുഖത്തെ പ്രതിരോധ സംവിധാനങ്ങളിലെ നിർണായക ഘടകമാണ് GAN സാങ്കേതിക വിദ്യ അഥവാ ഗാലിയം നൈട്രേറ്റ് മോണോലിത്തിക് മൈക്രോവേവ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. പ്രധാനമായും റഡാർ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. ഏറെ ചെലവേറിയതും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതുമായ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ സ്വന്തം നിലയിൽ നേടിയെടുത്തത്. ഉയർന്ന ക്ഷമതയുള്ള തരംഗങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതിനാൽ തന്നെ റഡാർ സാങ്കേതിക വിദ്യയിൽ GAN ടെക്നോളജി വളരെ നിർണായകമാണ്. ശത്രു വിമാനങ്ങളെ ഏറെ ദൂരത്തു നിന്നും കൃത്യതയോടെ മനസ്സിലാക്കാനും GAN ചിപ്പുകൾ ഇന്ത്യയെ സഹായിക്കും. ശത്രുവിന്റെ ആശയവിനിമയ സംവിധാനങ്ങളെ ജാം ചെയ്യാനും സ്വയം പ്രതിരോധിക്കാനും സാധിക്കും. നിലവിലുള്ള സിലിക്കൺ സംവിധാനത്തെക്കാൾ ഉയർന്ന ബാൻഡ് വിഡ്ത്തിലും വേഗതയിലും വിവരങ്ങൾ കൈമാറാനും GAN അധിഷ്ഠിത സംവിധാനങ്ങൾക്ക് സാധിക്കും. ഇന്ത്യ ഉപയോഗിക്കുന്ന ഐസ റഡാർ സംവിധാനങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യ മുതൽക്കൂട്ടാകും. യുദ്ധവിമാനങ്ങളിൽ ഗതി നിർണയം, ലക്ഷ്യം കണ്ടെത്തുക, നിരീക്ഷണം, രാത്രികാല കാഴ്ച, മൂടൽ മഞ്ഞിൽ പോലും ദൂരക്കാഴ്ച സാധ്യമാകുക, ശത്രുവിമാനങ്ങളെ അവയുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുക തുടങ്ങിയവയെല്ലാം തന്നെ GAN സാങ്കേതിക വിദ്യയോടുകൂടി ഇന്ത്യക്ക് സാധിക്കും. തൊടുക്കുന്ന മിസൈലുകളുടെ നിയന്ത്രണം എന്നിവ സാധ്യമാക്കാനും വെളിച്ചം, ശബ്ദം, മർദ്ദം എന്നിവ വിവിധ സെൻസറുകൾ ഉപയോഗിച്ച് തിരിച്ചറിയാനും വേണ്ട കേന്ദ്രങ്ങളിലേക്ക് സന്ദേശങ്ങൾ അയക്കാനും അതുവഴി പ്രതിരോധം സാധ്യമാക്കാനും GAN ചിപ്പ് എന്ന തലച്ചോറ് സഹായിക്കും. മിസൈലുകളുടെ റേഞ്ച് വർദ്ധിപ്പിക്കാനും കൃത്യതയും സൂക്ഷ്മതയും ഉറപ്പാക്കാനും GAN സാങ്കേതിക വിദ്യ സഹായകരമാകും. വിവിധ ഇലക്ട്രോണിക് അധിഷ്ഠിത യുദ്ധോപകരണങ്ങളിലും GAN നിർണായകമാണ്. ഭാരം കുറഞ്ഞതും വലിപ്പം കുറഞ്ഞതുമായ ഡ്രോണുകൾ നിർമ്മിക്കാനും പുതിയ സാങ്കേതിക വിദ്യ സഹായകരമാകും. ISROയ്ക്ക് ബഹിരാകാശ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഗോളാന്തര യാത്രകളെ കുറിച്ചുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതിനുമെല്ലാം തന്നെ GAN ചിപ്പുകൾ നിർണായകമാണ്. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് 5G സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നതിനും അതോടൊപ്പം ഇലക്ട്രിക് വാഹന രംഗത്ത് ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിനും GAN ചിപ്പുകൾ നിർണായകമാണ്. 2016 ഫ്രാൻസുമായി ഉണ്ടാക്കിയ റഫേൽ കരാറിന്റെ സമയത്ത് GAN സാങ്കേതിക വിദ്യ അഥവാ റഫേൽ വിമാനങ്ങളുടെ രഹസ്യക്കോഡ് കൈമാറണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ സാങ്കേതിക വിദ്യ കൈമാറാൻ ഫ്രാൻസ് തയ്യാറായില്ല. ഇതേ സംവിധാനം തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഡീകോഡ് ചെയ്ത് ഇന്ത്യ സ്വന്തമാക്കി. സാങ്കേതിക വിദ്യാ രംഗത്തും അനിഷേധ്യ സാന്നിധ്യമാകുന്നതോടെ പ്രതിരോധ രംഗത്തെ മുൻനിര രാഷ്ട്രങ്ങളുടെ പട്ടികയിലേക്ക് നടന്നു കയറുകയാണ് നമ്മുടെ ഇന്ത്യ. ഒരിക്കൽ നിഷേധിക്കപ്പെട്ട സാങ്കേതിക വിദ്യ സ്വയം ആർജിച്ചതോടെ രാജ്യസുരക്ഷയെ സംബന്ധിച്ച് സ്വയം പര്യാപ്തതയും സമഗ്രതയുമാണ് ഇന്ത്യ നേടിയെടുത്തത്. അതോടൊപ്പം റഫേൽ വിമാനങ്ങളുടെ നിർണായക ഘടകമായ GAN ചിപ്പുകൾ സ്വന്തമായി നിർമ്മിക്കുന്നതിലൂടെ ഇത്തരം സങ്കേതങ്ങളുള്ള രാഷ്ട്രങ്ങളുടെ എലൈറ്റ് ഗ്രൂപ്പിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ വന്നിരിക്കുന്നത്. യുദ്ധസാമഗ്രികളുടെ കാര്യത്തിൽ വിപ്ലവകരമായ പരിവർത്തനത്തിനും നിലവിലെ സങ്കേതങ്ങളിൽ അടിമുടി പരിഷ്കരണവും ഇന്ത്യയുടെ നേട്ടം വഴി തുറക്കും. അന്താരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങിമറിയുകയും അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് നാം സുരക്ഷാ ഭീഷണി നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ
തദ്ദേശീയമായി തയ്യാറാക്കപ്പെട്ട GaN ചിപ്പുകൾ ഇന്ത്യക്ക് വ്യക്തമായ മേധാവിത്വം നൽകുമെന്നത് നിസ്സംശയമാണ്. വിദേശ സഹായമോ പങ്കാളിത്തമോ ഇല്ലാതെ പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ നീങ്ങുവാനും ഇതോടെ നമുക്കാകും. 2016 ഫ്രാൻസിൽ നിന്ന് 36 റഫേൽ വിമാനങ്ങൾ വാങ്ങുന്ന കരാറിന്റെ ഏതാണ്ട് 50% തുക, കൃത്യമായി പറഞ്ഞാൽ 30,000 കോടി ഇന്ത്യൻ രൂപ, അത് ദസോസ് ഏവിയേഷൻസ് ഇന്ത്യയിൽ തന്നെ വിവിധ നിക്ഷേപങ്ങളാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു കരാർ വ്യവസ്ഥ. ഇത് പ്രകാരം ഫ്രാൻസ് സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ വിവിധ സംരംഭങ്ങൾ ഇന്ത്യയിൽ ആരംഭിക്കണം എന്നുള്ളതായിരുന്നു കരാറിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. അപ്പൊ ഈ കരാർ പ്രകാരമാണ് ഇന്ത്യ GaN ചിപ്പുകളുടെ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് ഫ്രാൻസിനെ സമീപിച്ചത്. തന്ത്രപ്രധാന സംഗതിയായതുകൊണ്ടും ചില യുദ്ധോപകരണങ്ങളിലെ കുത്തക അവകാശം സംരക്ഷിക്കാനും ലക്ഷ്യമിട്ടാണ് ഫ്രാൻസ് ഇന്ത്യയുടെ ആവശ്യം നിരസിച്ചത്. പകരം ഇന്ത്യക്ക് ആവശ്യമുള്ള ചിപ്പുകൾ കരാർ പ്രകാരം കൈമാറാമെന്നായിരുന്നു ഫ്രാൻസിന്റെ നിലപാട്. ഫ്രാൻസിന്റെ നിരാകരണം വെല്ലുവിളിയായി ഏറ്റെടുത്ത ഇന്ത്യ GaN സാങ്കേതിക വിദ്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുക്കാൻ DRDOയെ ചുമതലപ്പെടുത്തി. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ലബോറട്ടറിയുടെ മേധാവി ഡോക്ടർ മീന മിശ്രയുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രസംഘം 7 വർഷം കൊണ്ട് ഈ ലക്ഷ്യം പൂർത്തീകരിച്ചു. 2023 പരീക്ഷണശാലയിൽ GaN ചിപ്പ് സജ്ജമായി. 2026 ജനുവരിയിലാണ് തദ്ദേശീയമായി തയ്യാറാക്കിയ GaN ചിപ്പ് സജ്ജമായതായി ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചത്. 1990കളിൽ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഇതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഗ്യാസ് സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കാൻ സാധിച്ചെങ്കിലും GaN ചിപ്പുകൾ അവയുടെ അതിസങ്കീർണത കൊണ്ട് ഇതുവരെ ഇന്ത്യക്ക് അപ്രാപ്യമായിരുന്നു. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ആവശ്യം ഫ്രാൻസ് നിഷേധിച്ചത് കാര്യങ്ങൾ വേഗത്തിലാക്കാൻ പ്രേരണയായി. സിലിക്കോൺ അധിഷ്ഠിത ചിപ്പുകൾ 40 മുതൽ 45% വരെ കാര്യക്ഷമത ഉറപ്പുവരുത്തുമ്പോൾ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച GaN ചിപ്പുകൾ ഏതാണ്ട് 60% കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് പരീക്ഷണ ഫലം. അതോടൊപ്പം സിലിക്കോൺ അധിഷ്ഠിത ചിപ്പുകളേക്കാൾ ഏതാണ്ട് 300 മടങ്ങ് വേഗതയിലും GaN ചിപ്പുകൾ പ്രവർത്തിക്കും. ഒന്നിലധികം ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ചിട്ടുള്ളതിനാൽ തന്നെ പ്രത്യേകതയുള്ളതും സങ്കീർണവുമായ ദൗത്യങ്ങൾക്ക് നിയോഗിക്കാനാകും. 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന താപക്ഷമതയും വികിരണ നഷ്ടം കുറവാണെന്നതും സവിശേഷതയാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുമെന്നതിനാൽ സൈനിക ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാണ്. GaN ചിപ്പുകളുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള നിർമ്മാണത്തിലേക്കും നമ്മുടെ രാജ്യം കടക്കുകയാണ്. വരുന്ന ഏപ്രിൽ ഛത്തീസ്ഗഡിലെ പോളിമെടെക് ഇലക്ട്രോണിക് സെന്ററിൽ GaN ചിപ്പുകളുടെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണം ആരംഭിക്കും. ഓരോ ചിപ്പും തയ്യാറാകുന്നത് 100-ലധികം ഘട്ടങ്ങൾ പിന്നിടുന്ന 80 ദിവസത്തിലധികം നീളുന്ന പരീക്ഷണങ്ങൾക്ക് ശേഷമാണ്. DRDOയുടെ ഹൈദരാബാദിലെ 1300 സ്ക്വയർ മീറ്റർ വരുന്ന പ്ലാന്റിൽ അതീവ സൂക്ഷ്മമായാണ് ഈ ചിപ്പുകളുടെ നിർമ്മാണം നടക്കുന്നത്. സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്രക്രിയ നടക്കുമ്പോൾ സൂക്ഷ്മത ഉറപ്പിക്കാനാണിത്. ഈ പ്രവർത്തനത്തിൽ പങ്കാളികളായ ശാസ്ത്രജ്ഞർക്ക് പ്രത്യേക സംരക്ഷണ ആവരണങ്ങളും മാസ്കുകളും നൽകിയിരുന്നു. GaN ചിപ്പുകൾ സ്വന്തമായി നിർമ്മിക്കാനായി എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ശാസ്ത്ര നേട്ടത്തിനും ഉപരി തന്ത്രപ്രധാനമായ ഒരു ചുവടുവെപ്പായി കരുതണം. GaN ചിപ്പുകൾ സ്വന്തമായി നിർമ്മിക്കാനായി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ശാസ്ത്ര നേട്ടം എന്നതിലും ഉപരി നിർണായകമായ ഒരു ചുവടുവെപ്പായിട്ട് കരുതണം. SSPL അധ്യക്ഷ ഡോക്ടർ മീന മിശ്രയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മാവ് റെഡിയാണ്. ഇന്ത്യക്ക് ആവശ്യമുള്ളത്രയും ബ്രെഡ് അതിൽ നിന്നും ഉൽപ്പാദിപ്പിച്ചെടുക്കാം.